ഈ വളരെ ദുർബലമായ ഒരു ടെറൈനാണിത്. ആ കെട്ടിടത്തിൻ്റെ ആ ഷട്ടറുകളൊക്കെ എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പതിക്കാവുന്നതാണ്. തൂണുകൾക്ക് ബലമില്ല. അതിനടുത്തൊക്കെയുള്ള പല കെട്ടിടങ്ങളുടെയും തൂണുകൾ ഏതാണ്ട് അസ്ഥിപഞ്ജരം മാതിരി നിൽക്കുകയാണ്. അത് പ്രവർത്തിക്കുന്ന ആ യന്ത്രക്കൈകൾ രണ്ട് ഭാഗത്ത് എന്ന് വെച്ചാൽ രണ്ട് കെട്ടിടങ്ങളുടെ ഇടയിലാണ് ഇപ്പോൾ ഒരു വലിയ ആഴത്തിൽ തെരച്ചിൽ നടത്തിയത്. അവിടെ നിന്നൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇനി വീണ്ടും റഡാർ പരിശോധന നടത്തേണ്ടതുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അത് അവിടെ നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അവിടെ തെരച്ചിൽ നടത്തിയത് എന്ന് വേണം കരുതാൻ. ഇനി അതല്ല, അത് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് അതിനെ മാറ്റേണ്ടതുണ്ടോ എന്നറിയില്ല. റഡാർ വീണ്ടും അതിൻ്റെ സിഗ്നൽ നൽകുന്ന ജോലിയിലേക്ക് കടക്കുമോ എന്നറിയില്ല. ഇതുവരെ നാലാമത് തവണ അത് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. അതവിടെ മാറ്റി അതിൻ്റെ ഓപ്പറേറ്റർമാർ മാറ്റിവെച്ചിട്ടുണ്ട്. എന്താണ് ഇനി JCB ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. തൽക്കാലം JCB മണ്ണ് മുകളിലേക്ക് കോരിയിടുന്ന അതിൻ്റെ യന്ത്രക്കൈകളുടെ പ്രവർത്തനം നിർത്തിയിരിക്കുകയാണ്. അത് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങാൻ പോകുകയാണോ എന്ന് സൂചനയുണ്ട്, പക്ഷേ ഉറപ്പില്ല. അടുത്തത് എന്ത് വേണം എന്നത് തീരുമാനമെടുക്കാൻ അവിടെ ചേർന്നിരിക്കുന്ന അവിടെ ഇന്നത്തെ ഈ ദൗത്യത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ദൗത്യമേഖല ദൃശ്യങ്ങളിൽ കാണാം. പെട്ടെന്ന് തയ്യാറാക്കിയ ലൈറ്റും ആളുകളും മണ്ണുമാന്തി യന്ത്രവും ഒക്കെ അവിടെ വേഗത്തിൽ എത്തുകയായിരുന്നു. അങ്ങ് ചൂരൽമലയിൽ നിന്ന് നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് ഇതൊക്കെ വേഗത്തിൽ ഈ സജ്ജീകരണങ്ങൾ മേളിലേക്ക് പോകുന്നത്. ആദ്യം ഫയർഫോഴ്സ് എത്തുന്നു, തൊട്ട് പിന്നാലെ NDRF എത്തുന്നു, പോലീസിൻ്റെ കൂടുതൽ ഫോഴ്സുകൾ എത്തുന്നു, ആർമി ഇവിടെ ഉണ്ടായിരുന്നു, അവർ വേഗത്തിൽ ഇവിടേക്ക് എത്തുന്നു. JCB ആംബുലൻസ് അടക്കം ഇവിടേക്ക് കൊണ്ടുവരുന്നു. ഒന്നല്ല 2 JCB ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ ഇവിടെ നിന്ന് പോയവരൊക്കെ മടങ്ങി വരുന്നു. അങ്ങനെ യുദ്ധകാലാടിസ്ഥാനത്തിൽ വീണ്ടും ഒരു തെരച്ചിലേക്ക് ജീവൻ്റെ സൂചനകളുള്ള, ജീവൻ്റെ ചലനങ്ങളുള്ള, ജീവൻ്റെ ഉച്ഛ്വാസവും നിശ്വാസവുമുള്ള അവിടേക്ക് വീണ്ടും തെരച്ചിൽ നീളുകയാണ്, പുരോഗമിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം ഒരു ഇടവേള എടുത്തിരിക്കുകയാണോ എന്ന് സംശയമുണ്ട്. JCBയുടെ യന്ത്രക്കൈകൾ കരയിൽ വിശ്രമിക്കുകയാണോ എന്ന് സംശയമുണ്ട്. അടുത്ത നീക്കം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹാഷ്മി, ദൗത്യത്തോടെ പുരോഗമിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് വലിയ പ്രതീക്ഷ ഉണർത്തുന്ന ഒരു ആവേശം എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, ശരിയാണോന്ന് അറിയില്ല ദുരന്തമുഖത്ത്. പക്ഷേ വ്യക്തിപരമായി കുറച്ച് ആവേശം തോന്നുന്ന ഈ 5 ദിവസത്തെ മരവിപ്പിനോട് ഇടയിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുടെ വെള്ളിവെളിച്ചം തരുന്ന ഒരു അസാധ്യമായ വാർത്തയായിരുന്നു അത്. ഒരു സിഗ്നൽ കണ്ടെത്തി എന്നുള്ള വാർത്ത അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. I will speak to him. Don't worry, I'll speak to him. ये इनको बोलो कि एक बार बता देंगे थोड़ा दूर से कि ऑनर ने बोला, यहाँ पे जो भी इन्होंने बोला, ऑनर ने बोल लिया, चेक कर लिया, साइंटिस्ट ने बोल लिया, चेक कर लिया, फायर सर्विस ने बोल दिया, पुलिस ने बोल दिया, इट इज क्लियर टू मीडिया. हाँ, ये टोटल നിങ്ങളൊന്ന് മീഡിയയോട് പറയണം. ഇപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞില്ലേ, ആ സെയിം ഒന്ന് മീഡിയയോട് പറയണം. ഈ ബിൽഡിംഗ് ഉടമസ്ഥൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിതാവ് മുകളിലോട്ട് കയറി വന്നേക്കാം, ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടതിൻ്റെ പിറകെ ഒരു പടി കയറി മുകളിലോട്ട് വന്നേക്കാൻ സാധ്യതയുണ്ട്. അതിന് ഒരു 2.5 മീറ്ററുള്ള ഒരു പടിയാണ്, അതിനകത്ത് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും. അവിടെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു, അത് നമ്മൾ ചെക്ക് ചെയ്തു. പിന്നെ നിർഭാഗ്യവശാൽ അതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ വാട്ട് ഈസ് നെക്സ്റ്റ് സയന്റിസ്റ്റ് ഉണ്ട് ലൈഫ് ഡിറ്റക്ട് ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ തീരുമാനം അനുസരിച്ച് നമ്മൾ വീണ്ടും എന്താന്ന് വെച്ചാൽ ചെയ്യും. അതാണ് ഇപ്പോഴത്തെ തീരുമാനം. നാളെ അത് സയന്റിസ്റ്റിനോടൊന്ന് ചോദിക്കട്ടെ. ഇതല്ലെങ്കിൽ നമ്മൾ നാളെ ഇവിടെ ഒന്നുകൂടെ ഒരു തറവായിട്ട് ചെക്ക് ചെയ്യും എന്നാണ് ആർമിയും പറയുന്നത്. കേട്ടില്ല, അത് സയന്റിസ്റ്റ് പറയട്ടെ. സയന്റിസ്റ്റ് ഈസ് ഹിയർ. നിരാശ ഉണ്ടാക്കുന്ന വാർത്തയാണെന്ന് തോന്നുന്നു. അവർ ദൗത്യം അവസാനിപ്പിക്കാനുള്ള നീക്കമാണെന്നാണ് തോന്നുന്നത്. എല്ലാ സ്ഥലവും പരിശോധിച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ തറവായിട്ട് പരിശോധിക്കുന്നുള്ള ഇപ്പോൾ പറയുന്നത് സയന്റിസ്റ്റ് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ സിഗ്നലിൻ്റെ ആളാണോ എന്നറിയില്ല. ആധികാരികമായ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അത്തരത്തിലൊരു ആധികാരികമായ പ്രതികരണത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പിതാവ് ഇവിടേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരിശോധന നടത്തിയത്. പക്ഷേ അതിന് സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. I don't know. I'm taking a picture with him. I don't know. I'm taking a picture with him.
ദൗത്യം അവസാനിക്കുകയാണോ എന്ന് സംശയം ഉയരുന്നുണ്ട്. ഏതോ ശാസ്ത്രജ്ഞൻ സയന്റിസ്റ്റ് കാര്യങ്ങൾ പറയുമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ സിഗ്നൽ പരിശോധിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. എന്തായാലും ദൗത്യസംഘം അവിടെ ഈ പറഞ്ഞ സ്ഥലത്ത് പരിശോധിച്ചു, പക്ഷേ തെരച്ചിലൊന്നും കണ്ടെത്താനായില്ല എന്ന് പറയുന്നു. അതിന് ബന്ധുക്കളുടെയും പിന്തുണ ഉണ്ടെന്ന് തോന്നുന്നു. നേരത്തെ സംസാരിച്ചൊരു ബന്ധു നമ്മൾ സംസാരിച്ചു, തവളയാണെന്ന് പറഞ്ഞ ബന്ധു ഉണ്ടല്ലോ, ആ ബന്ധു ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെയും പിന്തുണ ഉണ്ട്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഓഫീസിൽ ഇടപെടലൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി പരിശോധിച്ച് അവിടെ എന്താണ് ആ സാന്നിധ്യം, ഇപ്പോൾ ഒരു സിഗ്നലുണ്ട്, അത് ശ്വസിക്കുന്ന വസ്തുവാണെന്ന് പറയുമ്പോൾ എന്താണ് ആ സാന്നിധ്യം എന്ന് കണ്ടെത്താൻ ഇനി കണ്ടെത്തില്ല എന്നവർ പറഞ്ഞ് നമുക്കൊന്നും പറയാനില്ല. ദൗത്യസംഘമാണ്, അവർ കൃത്യമായി ചുമ്മാ പറയില്ല, അവർക്ക് തറവായി പരിശോധന നടത്തിയ ശേഷം പറയുന്നതായിരിക്കാം ഒരു പക്ഷേ. എന്തായാലും ഉണ്ടാക്കുന്ന നിരാശയാണ്. ഈ സമയം അത്രയും നമ്മൾ എന്തെങ്കിലും ഒന്ന് സ്ഥിരീകരിക്കും. അത് മനുഷ്യനാണെന്ന് പറയണ്ട, അതെന്താണ് ആ വസ്തു എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും അതുണ്ടാവില്ല, ഈ രാത്രി അതുണ്ടാവില്ലെന്ന് തോന്നുന്നു. നാളെ നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ആ ദൗത്യസംഘ തലവൻ മലയാളത്തിൽ നമ്മളോട് പറഞ്ഞത് എല്ലാവരുടെയും ആർമി അടക്കം ഉണ്ട് അവിടെ. എന്താണ് ആ സംഘത്തലവൻ പറഞ്ഞതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് എന്ന സ്വഭാവത്തിൽ പറയുകയായിരുന്നു. എസ് വിജയകുമാർ ചെന്നു. വിജയകുമാർ, എനിക്ക് തോന്നുന്നു ദൗത്യം തീരുകയാണ്. ഇനി നാളെ തറവ് പരിശോധന എന്ന് പറയുമ്പോൾ ദൗത്യം തീരുകയാണ്. അവിടെ തെരച്ചിൽ നടത്തി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തേക്ക് തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഈ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ തെരച്ചിൽ നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഇനി എന്ത് എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇവിടെ ഇതുവരെ ആ സിഗ്നൽ കാണിച്ച സ്ഥലത്ത് അവിടെ തെരച്ചിൽ നടത്തി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തേക്ക് തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഈ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ തെരച്ചിൽ നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഇനി എന്ത് എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. നാളെ ബാക്കി എന്നാണ് പറഞ്ഞത്. ഈ ബന്ധുക്കൾ അതുപോലെ തന്നെ അവരുടെ കാണാതായി എന്ന് സംശയിക്കുന്ന ആളുടെ മകൻ, അവരുടെ ബന്ധുക്കൾ, അവരുടെ സുഹൃത്തുക്കളൊക്കെ വന്ന് ഇത് അവർ സമ്മതിച്ചു ഇനി കൂടുതൽ തെരച്ചിൽ വേണ്ട, ഇവിടുത്തെ തീരുമാനങ്ങളൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർ പ്രതീക്ഷിക്കുന്നില്ല അവരുടെ പിതാവ് ജീവനോടെ ഉണ്ട് എന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിലമ്പൂരിൽ നിന്നൊക്കെ കിട്ടുന്ന മൃതദേഹങ്ങൾ ആശുപത്രിയിൽ വരുമ്പോൾ അത് തിരിച്ചറിയാൻ പോകുന്ന ആ മാനസികാവസ്ഥയിലാണ് ആ മക്കൾ. അതുകൊണ്ട് അവരെ ഉപദ്രവിക്കരുത് എന്നാണ് മാധ്യമപ്രവർത്തകരോടും ഒക്കെ അവർ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും തെരച്ചിലൊന്നും സയന്റിസ്റ്റിന്റെ പ്രതികരണം. ടുഡേ ഈസ് ഓവർ എന്ന് മാത്രം പറഞ്ഞ റഡാർ സയന്റിസ്റ്റ് അവിടെ നിന്ന് മടങ്ങുകയാണ്. റഡാർ സയന്റിസ്റ്റിന് അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തിയിൽ പറയുന്നതാണ് ടുഡേ ഈസ് ഓവർ എന്ന് എനിക്ക് വ്യക്തമായ സംശയമുണ്ട്. കാര്യം ആദ്യഘട്ടത്തിൽ ഇങ്ങനെ നിർത്തി മടങ്ങുമ്പോഴും അദ്ദേഹം ഒരു പകുതി മനസ്സോടുകൂടി അത് തീരുമാനിക്കേണ്ട ആ കോൾ എടുക്കണം ഞങ്ങളല്ല ദൗത്യസംഘമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ കമ്പനിക്ക്, ആ റഡാർ കമ്പനിക്ക് അവർ കണ്ടെത്തിയ സിഗ്നലിൽ 100% കൺവിക്ഷൻ ഉണ്ട്. Something dummy, it may be of some snake or rat or cat it was detecting, so there is no human life beneath that particular basement. That is confirmed. Okay, thank you. അത് നിരാശയാണ്. അദ്ദേഹം പറയുന്നു അവിടെ മനുഷ്യജീവനില്ല എന്നുറപ്പിക്കുന്നു. അത് ചിലപ്പോൾ ഒരു റാറ്റോ സ്നേക്കോ എലിയോ പാമ്പോ ഒക്കെ ആകാം എന്നിപ്പോൾ പറയുകയാണ് അദ്ദേഹം. നേരത്തെ നമ്മളോട് സംസാരിച്ച ആൾ പറഞ്ഞത് പശുവിന് മുകളിലേക്കുള്ള വസ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ അത് എലിയും പാമ്പും ഒക്കെ ആവുന്നു. എലിയും പാമ്പും ഒക്കെ ശ്വസിക്കുന്നത് പിടിക്കാൻ പറ്റിയ റഡാർ സംവിധാനമാകണം, മൊത്തത്തോളം ആക്യുറേറ്റും ക്ലാരിറ്റിയും ആണ്. എന്തായാലും നിരാശയാണ്. അത് അവിടെ ഒരു മനുഷ്യ സാന്നിധ്യമില്ല. അപ്പോൾ നാളെയും ഒരു തറവ് പരിശോധന അവിടെ ഉണ്ടാവില്ല. പരിശോധന കഴിയുന്നു. അതിനോട് ബന്ധുക്കൾക്കും യോജിപ്പാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്തിന് ഒരു ശ്വസിക്കുന്ന സിഗ്നലുണ്ട് എന്ന് പറയുന്നു. പരിശോധന നടത്തുന്നു. ആദ്യഘട്ടത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല, നിർത്തിപ്പോകാൻ പോകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടലുണ്ടാകുന്നു, തിരികെ വരുന്നു. തിരികെ വന്ന് കുറച്ച് പരിശോധന കഴിയുമ്പോഴേക്കും നിർത്താനുള്ള തീരുമാനത്തോട് ബന്ധുക്കൾക്കും യോജിപ്പാണ്. ബന്ധുക്കൾക്കും അത് തവളയാണ് എന്ന ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ ഏത് ബന്ധുവാണ് പറഞ്ഞത്. അപ്പോൾ ബന്ധുക്കൾക്കും കുഴപ്പമില്ല, ദൗത്യസംഘത്തിനും കുഴപ്പമില്ല എന്ന നിലയിൽ അത് നിർത്തുകയാണ്. ലാസ്റ്റ് ഈ റഡാർ സയന്റിസ്റ്റ് പറയുന്നു അത് റാറ്റോ സ്നേക്കോ ഒക്കെ ആകാം, ഒരു മനുഷ്യ സാന്നിധ്യമില്ല എന്ന് പറയുന്നു. എസ് വിജയകുമാർ ചേരുന്നത്. വിജയകുമാർ, നമ്മൾ പ്രതീക്ഷിച്ചുവെങ്കിൽ നമ്മളെ കുറ്റം പറയാൻ കഴിയില്ല. 300 മൃതദേഹങ്ങൾക്ക് മുകളിൽ കണ്ട നമ്മൾ ഒരു ജീവൻ ഉണ്ടെങ്കിൽ അത്രയും ഭാഗ്യം എന്ന് പ്രതീക്ഷിക്കും. അതിനനുസരിച്ച് പ്രതീക്ഷിച്ചു. പക്ഷേ ഏറ്റവും ഒടുവിൽ, തെരച്ചിലിനൊടുവിൽ അങ്ങനെ ഒരു മനുഷ്യ സാന്നിധ്യം അവിടെ ഇല്ല, അത് മനുഷ്യനല്ല എന്ന് അവരെ കൊണ്ട് പറയിച്ചതുപോലെ ആ ശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്. വിജയകുമാർ.
കാശ്മീർ അതൊരു മനുഷ്യജീവനല്ല എന്ന് അവരിതാ സ്ഥിരീകരിച്ചിട്ട് ഇവിടെ നിന്ന് മടങ്ങുകയാണ്. വിവിധ സേനാ വിഭാഗങ്ങൾ റഡാർ പരിശോധന നടത്തിയ സംഘം തന്നെ അതൊരു മനുഷ്യജീവനല്ല എന്ന് സ്ഥിരീകരിക്കുന്നു. അവർ കാട്ടിക്കൊടുത്ത ആ സിഗ്നൽ കൊടുത്ത ആ മേഖലയിൽ നടത്തിയ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടുതൽ സിഗ്നൽ ലഭിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിനർത്ഥം ആ ഒരു മനുഷ്യജീവൻ അവിടെ ഇല്ല എന്ന് അവർ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. എന്നാൽ എന്തെങ്കിലും ഒന്നിനെ അവിടെ ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നതാണ് മറുപടി. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ ആ സമയത്ത് അവിടെ എത്തിയ ഈ കുടുംബാംഗങ്ങൾ പറയുന്നത് അവരുടെ പിതാവ് ജീവനോടെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് അത്രയും പ്രായമുണ്ട്. അത്രയും പ്രായമുള്ള ഒരാൾ ഇതുപോലെ ഒരു സ്ഥലത്ത് ഇത്രയും ദിവസം ജീവനോടെ അവശേഷിക്കുമെന്ന് അവർ കരുതുന്നില്ല. ഈ തെരച്ചിൽ നടത്തേണ്ടതില്ല അവരും പറയുന്നു. അക്സെപ്റ്റ് ചെയ്യുകയാണ്. നേരത്തെ തന്നെ അവരത് അക്സെപ്റ്റ് ചെയ്തതാണ്. പക്ഷേ പിന്നീട് ഉന്നതങ്ങളിൽ നിന്ന് എന്തോ ചില നിർദ്ദേശം വന്നപ്പോഴാണ് തെരച്ചിൽ നടത്താൻ വന്നത്. അതുകൊണ്ടാണ് അവർ അതിന് സമ്മതിച്ചത്. Yeah, that is for sure. We have dug the area. We were clean sweep. Nothing was there. It was a dummy signal from frog or maybe some snake or something like that. No human being is trapped inside there. Yeah, this site is completely 100% completed. Sir, we will let you know. We will let you know. Sir, for clarity, so there is no human. There is no human being trapped inside here. There is no bodies. No live bodies are trapped beneath there. Okay. അതിപ്പോഴെന്തിനാണ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് മനസ്സിലാവുന്നില്ല. നേരത്തെ ജീവനുള്ള മനുഷ്യനാണോ എന്ന് ആ സംഘത്തിൽ തന്നെ ഒരാൾ ചോദിക്കുമ്പോൾ അതുമാകാം എന്ന് പറഞ്ഞവർ ഇപ്പോൾ അവർക്ക് പക്ഷേ തവളയോ പല്ലിയോ പാറ്റയോ പാമ്പോ ഒക്കെയാണെന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഡമ്മി സിഗ്നൽ എന്ന വാക്ക് ഉപയോഗിക്കുകയാണ്. ഇനി അങ്ങനെ ആയിരിക്കാം. ഇനിയിപ്പോൾ ഇത്ര പരിശോധനയ്ക്ക് അവസാനം ബന്ധുക്കൾക്കും കുഴപ്പമില്ല. ബന്ധുക്കൾക്കും എന്താണ് ആ പരിശോധന കൂടുതൽ നീട്ടേണ്ടതില്ല, തവളയാകാം എന്നൊക്കെ നേരത്തെ ബന്ധു എന്ന് പറഞ്ഞു പോയി. ബന്ധുക്കളും കുഴപ്പമില്ല, ദൗത്യസംഘത്തിനും കുഴപ്പമില്ല, പിന്നെ ആർക്കാണ് കുഴപ്പമെന്ന ചോദ്യം സ്വാഭാവികമല്ല. അപ്പോൾ നമ്മൾ ഇത്രയും സമയം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ പരിശോധന നടന്നില്ല എന്ന് പറയുന്നില്ല, പരിശോധന നടന്നു. നല്ല കാര്യക്ഷമമായ പരിശോധന അവിടെ ഉണ്ടായി. അതിനുശേഷം There is no human being alive in that particular area. Okay, thank you, sir. In that particular building. Thank you. That's all. അപ്പോൾ ദൗത്യസംഘ എന്ന് പറഞ്ഞാൽ ഈ റഡാർ സംവിധാനത്തിൻ്റെ ഉദ്യോഗസ്ഥർ പറയുന്ന അവർ പരിശോധിച്ചു. അതിനുശേഷം അവസാനിപ്പിച്ചു, പരിപാടി നിർത്തി. ഇനി അവിടെ അങ്ങനെ ഒരു മനുഷ്യ സാന്നിധ്യമില്ല എന്നവർ സ്ഥിരീകരിക്കുകയാണ്. ഇതർ ക്യാറ്റ് ഓർ എന്താണ് സ്നേക്ക് അല്ലെങ്കിൽ തവള ഫ്രോഗ് എന്നൊക്കെ പറയുകയാണ് റഡാർ പരിശോധിച്ച ഉദ്യോഗസ്ഥൻ ഇപ്പോൾ. അപ്പോൾ 3 തവണയും കിട്ടിയ ഒരേ സ്ഥലത്ത് ശ്വാസത്തിൻ്റെ ഗതി, ശക്തമായ സിഗ്നൽ എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അത് ചിലപ്പം തവളയ്ക്കും ഈ പറയുന്ന മട്ടിൽ ശക്തമായ സിഗ്നൽ കിട്ടുമായിരിക്കും. നമുക്കതിന് സാങ്കേതിക വശം അറിയാത്ത കാരണം നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും അത് അവസാനിക്കുന്നു. എന്തായാലും ആ പ്രതീക്ഷ തീരുന്നു. 4ാം നാളും ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമില്ല. നമ്മൾ വീണ്ടും 300 മുകളിലുള്ള മൃതദേഹങ്ങളിലേക്ക് നോക്കി നിരാശരായി നിൽക്കേണ്ടി വരുന്ന രാത്രിയാണ്. പക്ഷേ ഒരു കാര്യം എസ് വിജയകുമാർ അത് ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾക്കും ആ ദൗത്യം അങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ വലിയ താല്പര്യം അവർക്കുണ്ടായിരുന്നില്ല. അവർക്കും ഉറപ്പായിരുന്നു അത് തവളയായിരിക്കും. അവർക്ക് നേരത്തെ ഉറപ്പായിരുന്നു. അത് റഡാർ സിഗ്നലിൻ്റെ ശാസ്ത്രജ്ഞൻ സ്ഥിരീകരിച്ചു. ദൗത്യസംഘം അതിനു മുന്നേ സ്ഥിരീകരിച്ചു. വിജയകുമാർ തന്നെയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ തവണയുമായി യന്ത്രക്കായി മണ്ണുമായി മുകളിലേക്ക് വരുമ്പോൾ ഞാൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ ടെലിവിഷൻ കാണുന്നവർ ഉൾപ്പെടെ, ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ, ഇവിടെ കൂടി നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെ, ഓരോ തവണയും ആ യന്ത്രക്കൈകൾ മുകളിലേക്ക് വരുമ്പോൾ അവർ ആകാംക്ഷയോടെ അതിലൊരു ജീവനായിരിക്കണേ, അതൊരു മനുഷ്യനായിരിക്കണേ, അയാളെ പെട്ടെന്ന് നമുക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയണേ എന്ന പ്രതീക്ഷയോടെ ഓരോ തവണയും ആ യന്ത്രക്കൈകൾ മണ്ണ് മുകളിലേക്ക് കോരിയിടുമ്പോൾ അത് തന്നെ അങ്ങനെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നു. നമുക്കറിയാം, ഇതൊരു അതിശയമാണ്, ഒരു അത്ഭുതമാണ്. ഒരു ദുരന്ത ഭൂമിയിൽ 5 ദിവസം മണ്ണിനടിയിൽ നിന്ന് ഒരാൾ ജീവനോടെ വരുമെന്ന് നമ്മൾ അങ്ങനെ കരുതിയിരുന്നില്ല. ഈ മുണ്ടക്കൈ മേഖലയിൽ ജീവ സാന്നിധ്യമില്ല എന്ന് തെർമൽ മാപ്പിംഗിൽ കണ്ടെത്തിയതാണ്. പക്ഷേ അതിനുശേഷം അതിനേക്കാൾ മെച്ചപ്പെട്ട ടെക്നോളജിയാണ് നമ്മളോട് പറഞ്ഞത് അവിടെ ഒരു ജീവവസ്തു ശ്വസിക്കുന്നുണ്ട്, ചലിക്കുന്നുണ്ട് എന്നത്. അപ്പോഴാണ് നമുക്കൊരു പ്രതീക്ഷ വന്നത്. അതാണ് നമ്മൾ ഈ രാത്രിയിൽ എല്ലാ സന്നാഹങ്ങളെയും കൂട്ടി ഇവിടേക്ക് തെരച്ചിലിനെത്തിയത്. അത് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മൾ 2-2.5 കിലോമീറ്റർ ദൂരെ താഴെ നിന്ന് ഇവിടേക്ക് കയറി വന്നത്. ഈ വളരെ മോശം ടെറൈനാണ്. ഇവിടെ അങ്ങേറ്റം ദുഷ്കരമാണ്. ഇവിടെ നിൽക്കുന്നത് പോലും ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ, ചുറ്റും വൻകൂമ്പാരങ്ങൾ, ചെളി, മുട്ടോളം എത്തുന്ന ചെളി, അങ്ങനെ ഒട്ടും സുഖകരമല്ലാത്ത അവസ്ഥ. അപ്പോഴും നമ്മൾ അതിജീവനത്തിന്റെ പ്രത്യാശയുടെ ഒരു സ്ഫുരണം, ഒരു നേർത്തരി, ഒരു നേർ വെളിച്ചമെങ്കിലും ഈ തെരച്ചിലിൽ കണ്ടെത്തുമെന്നാണ് കരുതിയത്. 5ാം ദിവസം ഒരാൾ ജീവനിലേക്ക് തിരിച്ചു വന്നാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആർമി ഒരു പാലം ഉണ്ടാക്കിയത് ജീവിതത്തിലെ ഒരു പ്രത്യാശ എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഒരു പ്രത്യാശയുടെ ഒരു വലിയ വെളിച്ചം കാണുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ വെളിച്ചം കണ്ടില്ല.
ഒരു നാടകീയ നീക്കം എന്നൊക്കെ നമുക്ക് ഒരു ദുരന്ത ഭൂമിയിൽ അങ്ങനെ പറയുന്നത് ഒട്ടും ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അങ്ങനെ പറയുന്നു, അതൊരു നാടകീയ നീക്കം എന്നതായിരുന്നു. തെരച്ചിൽ ആദ്യം ജീവവസ്തു കണ്ടെത്തി തെരയിലിന്റെ താളത്തേക്ക് മാറ്റിവെക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കുന്നു, അപ്പോൾ ഒരു മനുഷ്യൻ, ഒരു ജീവി ആ മണ്ണിനടിയിൽ ഉണ്ടെന്നറിഞ്ഞിട്ടും നിങ്ങൾ തിരയാതെ പോവുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നു രാത്രിയിൽ തിരച്ചിൽ തുടങ്ങാൻ. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നു അവിടെ ആംബുലൻസ് എവിടെ, JCB എവിടെ? അപ്പോൾ തൊട്ടു പിന്നാലെ JCB, ആംബുലൻസ്, NDRF, SDRF, ഫയർഫോഴ്സ്, പോലീസ്, സന്നദ്ധ പ്രവർത്തകർ അവരൊക്കെ സംഘടിതമായി ഇവിടേക്ക് എത്തുന്നു, തിരയുന്നു. JCB 1 അല്ല 2 അല്ല 3 ഇവിടേക്ക് വരുന്നു. റഡാർ വീണ്ടും ഒരേ സ്ഥലത്ത് പരിശോധന നടത്തുന്നു. സിഗ്നൽ കിട്ടുന്നു. നമ്മൾ പ്രതീക്ഷയോടെ വീണ്ടും അതിലേക്ക് നോക്കുന്നു. അപ്പോൾ നിരാശയുടെ നിരാശയുടെ ഒരു സമയം, ഒരു മണിക്കൂർ പിന്നിടുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ആശിക്കാനൊന്നുമില്ല എന്ന് നമ്മളോട് ആ റഡാറിൽ സിഗ്നൽ കണ്ടെത്തിയ ആൾ തന്നെ പറയുന്നു. അവിടെ ഒന്നുമില്ല, അവിടെ മനുഷ്യജീവിയില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ മടങ്ങുകയാണ്. ആശ്മി, 5-ാം ദിവസം അത്ഭുതം, അതിശയം, ഒരു തിരിച്ചുവരവ്, ഒരു അതിജീവനമൊക്കെ ഉണ്ടാകും. അതിന്റെ നല്ല വാർത്ത എന്നത് ഞാൻ നല്ലത് എന്നത് കോഴ്സിലാണ് ഇടുന്നത്. അങ്ങനെ പ്രതീക്ഷിച്ച് വന്നതാണ്, പക്ഷെ അതില്ല എന്നത് വീണ്ടും നമ്മൾ 315, 318 മരണം, ചാലിയാറിൽ ഒഴുകി നടങ്ങുന്ന ശവശരീരങ്ങളുടെ കഥ, അതൊക്കെ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോഴും പറയാനുള്ളൂ എന്നത് ഹൃദയഭേദകമാണ്. ഒരു 3 വയസ്സുകാരിയുടെ പിതാവ് ഇന്ന് ഞാൻ വരുന്ന വഴിവക്കിലിരുന്ന് തേങ്ങുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളായ 16 പേരെ ആ പുഴയിൽ തിരയുന്ന സംഘത്തോടൊപ്പം അദ്ദേഹവും ഉണ്ട്. ഒരു പാറമേൽ ഇരുന്ന് അദ്ദേഹം അങ്ങനെ എല്ലാ ആശയും നഷ്ടപ്പെട്ട് പ്രത്യാശയോ സന്തോഷമോ ഒന്നുമില്ലാതെ വറ്റിയ കണ്ണീരോടെ ദൂരേക്ക് നോക്കിയിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. അങ്ങനെയുള്ള കാഴ്ചകൾക്കിടയിലായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മൾ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധ്യതയുണ്ടെന്ന ഒരു സൂചന കിട്ടിയത്. ഒന്നും ആലോചിച്ചില്ല, നമ്മളും സന്നാഹങ്ങളോടെ എവിടേക്ക് വന്നു. പക്ഷേ നിരാശയോടെ നമ്മൾ വീണ്ടും ചൂരൽ മലയിലേക്ക് ഇറങ്ങുകയാണ്. ഹാഷ്മി.